നമ്മളെല്ലാവരും ഒന്നടങ്കം വളരെ സ്നേഹത്തോടെ കൈനീട്ടി സ്വീകരിച്ചൊരു സിനിമ, ബെന്യാമിന്റെ നോവൽ ആടുജീവിതം. നജീബിന്റെ ജീവിതകഥ, അയാൾ മരുഭൂമിയിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ, അതൊരു സിനിമയായി വന്നപ്പോൾ എല്ലാവരും ഒന്നടങ്കം കൈനീട്ടി സ്വീകരിച്ചു. പക്ഷെ ആ നജീബിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സൗദി അറേബ്യയിലെ ബത്ത മലബാർ ഹോട്ടൽ നടത്തുന്ന കുഞ്ഞു മുഹമ്മദ് ഖയുടെ വാക്കുകൾ നമ്മൾക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, മെലിഞ്ഞൊട്ടിയ ശരീരം, മുടിയൊക്കെ നീട്ടി വളർത്തി, നഖമൊക്കെ ആ നിലയിൽ വളർന്ന് ശരീരത്തിൽ ആസകലം ചളി പുരണ്ട, കുറേ കാലമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് അങ്ങയുടെ മുൻപിലെത്തുന്നത്. എങ്ങനെയാണ് അത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ സത്യമാണ്. കാരണം അയാൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം 2, 3, 4 പ്രാവശ്യമാണ് ആകെ കുളിച്ചിട്ടുള്ളത്. ഡ്രസ്സ് മാറിയില്ല, നാട്ടിൽ നിന്ന് കൂടുതൽ ഡ്രസ്സാണ് ആയിരുന്നുള്ളത്. അങ്ങനെ കയറി പറഞ്ഞാൽ അതിനിടും. പിന്നെ നഖമൊക്കെ ഏകദേശം ഒരു പുലിന് നഖമായിരുന്നതായിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ ചേട്ട തൂങ്ങിയിട്ട് വേക്കൽ, പിന്നെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ വേക്കലേക്ക് തൂങ്ങി കിടക്കായിരുന്നു മാത്രം. മരുഭൂമിയിലെ പൊടിയും ചെളിയൊക്കെ അറിയിട്ട് ഇങ്ങനെ ചെട പിടിച്ചും കൊണ്ടായിരുന്നു. അത് വന്ന് നമ്മൾ ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് മുടിയൊക്കെ വാപ്പസാപ്പ് കൊണ്ടുപോയി വെട്ടിച്ച് ക്ലിയറായ, പിന്നെ ക്ലിയറായി ആൾ വന്നപ്പോൾ ശരിക്കൊരു മാനസികത തെറ്റിയ രീതിയിലായിരുന്നു ആൾ. അങ്ങനെ പത്തയിലിങ്ങനെ ടൗണിൽ കൂടി അങ്ങോട്ട് കൊണ്ട് നടക്കും. പിന്നീട് ഒരാളിൻ്റെ നമ്മളൊരു കൂട്ടുകാരൻ വരെയും അങ്ങനെ ഒരാളവിടെ നടക്കുന്നുണ്ട്, ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടിക്കൊടുന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മളടുത്ത് അങ്ങനെ റൂമുണ്ട്. നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ പുതിയ വിസക്ക് വരും അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് വരുന്നവരൊക്കെ താമസിക്കാൻ കൊടുക്കുക റൂം നമ്മളെടുത്തുണ്ട്. കാരണം ഹോട്ടലായതുകൊണ്ട് ഹോട്ടലിലെ റൂമിൽ കിടത്താൻ പറ്റില്ല. കാരണം ജോലിക്കാർക്ക് കണക്കാക്കിയ സമയം ഉണ്ടാവുള്ളൂ ഉറങ്ങാൻ. അപ്പോൾ അവിടെ പുറത്തൊരാളുണ്ടാകുമ്പോൾ അവർക്ക് ഉറക്കിന് വെള്ളിയാഴ്ച പുറത്ത് റൂമുണ്ടായിരുന്നു നമ്മളെടുത്ത്. അവിടെ പോയി കിടക്കും, ഭക്ഷണം നമ്മളെടുത്ത് ഒന്ന് കഴിക്കും. അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെയാണത്. ഏറെ അവശനായിരുന്നു നജീബ്. അങ്ങ് ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത എത്രയോ ദിവസമായി കിട്ടാത്ത ഭക്ഷണം കിട്ടുമ്പോൾ അതിൻ്റെ ആർത്തിയോടെ കഴിക്കുന്ന നമ്മൾ നോക്കി നോക്കുമ്പോൾ നമുക്ക് തന്നെ ആ ദയനീയാവസ്ഥ മനസ്സിലാവും. ശരിക്കും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ പൊട്ടും അപ്പോൾ. കാരണം എന്താ പറഞ്ഞാൽ ഒരു വിശപ്പിൻ്റെ ആർത്തി കൊണ്ടാണ് ആൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ നമ്മളൊക്കെ ഇത് 2 നേരം 3 നേരം അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ 2 ദിവസം ഭക്ഷണം കഴിക്കാൻ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അത് ചിന്തിക്കുമ്പോൾ ആൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഓരോ മനസ്സിൽ ഭയങ്കര സങ്കടം വരും. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സമ്പത്ത് സമ്പാദിക്കാൻ പോകുക എന്നുള്ളതാണ് പൊതുവെ ജനങ്ങളൊരു ധാരണ. അവിടെ ഇങ്ങനത്തെ ഒക്കെ ജീവിതങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് അപ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാവുക. ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഒരു ഉറുപ്പ്യ പോലും ആൾക്ക് ശമ്പളം കിട്ടിയില്ല, റിയാൽ പോലും കൊടുത്തിട്ടില്ല. ശമ്പളം ചോദിക്കുമ്പോഴൊക്കെ ആൾക്ക് അടിയാണ് ഉണ്ടായിരിക്കുന്നത്. അടിയാണ് വർഷം ജോലി ചെയ്യിക്കുക, 24 മണിക്കൂർ നിറയെ ജോലി ചെയ്യിക്കുക. അറബി കാവൽ നിൽക്കുകയാണ് അയാൾക്ക് പോകാൻ പറ്റാതെ. പിന്നെ ഒരു ദിവസം എന്തായാലും അറബിൻ്റെ എന്തോ ഒരു ബന്ധത്തിൽ ഇവിടെ ഒരു കല്യാണം എന്തുണ്ടായപ്പോൾ അതിനവർ പോയ സമയത്താണ്, ആ സമയത്താണ് ഇയാൾക്ക് 1 ലക്ഷം ഇല്ലാതെ മരുഭൂമി കൂടി ഓടിയതാണ്. അങ്ങനെയാണ് 1.5 ദിവസം ഓടിയിട്ടാണ് ആൾ ടൗണിൽ എത്തിപ്പെടുന്നത്. വണ്ടിക്കാരൊന്നും കൈ കാണിക്കില്ല ഇങ്ങനത്തെ വണ്ടിക്ക് ആളെ കണ്ടാൽ. കാരണം കൊണ്ടുപോകണ വയ്യിൽ വല്ല പോലീസും കണ്ടാൽ തടഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും. അത് തന്നെ ഈ ഓടുമ്പോൾ പേടിക്കണം. ഈ ഓടുമ്പോൾ വേറെ ഇതേമാതിരത്തെ വല്ല കാട്ടറബികളും കണ്ടാൽ അവർ പിടിച്ചു കൊണ്ടുപോകും. അവർ പിടിച്ചുകൊണ്ട് പിന്നെ അവരെടുത്ത് കൊണ്ടുപോയി ജോലി ചെയ്യിക്കും. അങ്ങനത്തെ ഒക്കെ വളരെ ബേജാറാണ്. അങ്ങനത്തെ പേടിച്ചിട്ടാണ് ഈ ഓടുന്നത്. പിന്നെ ജീവൻ രക്ഷിക്കുക എന്നുള്ളവർക്ക് ഓടുമ്പോൾ പിന്നെ നമുക്ക് വഴിയൊന്നും ദൂരം പ്രശ്നമാവില്ല. അങ്ങനെ ഓടിയതാണ്. നജീബ് നമ്മളെ മലബാർ ഹോട്ടലിലേക്ക് വന്ന സമയത്ത് എന്താണ് ഉണ്ടായതെന്നതിനെ കുറിച്ചൊക്കെ നജീബിന് പറയാൻ സാധിച്ചിരുന്നോ? സംസാരം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്നും ചോദിച്ചില്ല. നമ്മൾ ആദ്യം അവനക്ക് ഭക്ഷണം കൊടുത്ത് റൂം പറഞ്ഞ് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ വെട്ടി ആളൊന്ന് ഇതായതിൻ്റെ ശേഷം ഫ്രീ ആയതിൻ്റെ ശേഷമാണ് നമ്മൾ ശരിക്കും പിറ്റേന്നാണ് നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ഒക്കെ റൂമിൽ പറഞ്ഞാൽ ഉറങ്ങാൻ നേരെ ഭക്ഷണം കൊടുത്ത് നേരത്തെ റൂമിൽ കൊണ്ട് ഉറങ്ങിയൊക്കെ ആൾ ഫ്രീ ആയപ്പോൾ പിന്നെ ആൾ മനസ്സൊക്കെ ക്ലിയർ ആയി. അങ്ങനെ പിറ്റേന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചറിഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞ് 2.5 വർഷമായിട്ടായി അന്ന് വന്നിട്ട് ഒരു ഉറുപ്പ്യയുടെ ശമ്പളം കിട്ടിയിട്ടില്ല. ആദ്യം എന്തിനും തല്ലായിരുന്നു. കാരണം ഒന്നാമതൊരു ഭാഷ മനസ്സിലാവില്ലല്ലോ. അപ്പോഴും തല്ലിട്ടും അറബികളൊക്കെ പെട്ടെന്ന് അവർ പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ പറയുന്നത് മനസ്സിലായാലും പെട്ടെന്ന് അവർ ശോഭിക്കും. കാരണം എൻ്റെ ഭാഷ അല്ല അവന് ഞാൻ പറയണത്, അവൻ്റെ ഭാഷ അല്ല ഞാൻ പറയണമെന്നുള്ള ചിന്ത ഒന്നും അവർക്കില്ല. നമ്മളിപ്പോൾ നമ്മളൊരു മലയാളി അല്ലാത്തവരോട് നമ്മൾ പറയുമ്പോൾ അവന് മനസ്സിലായെങ്കിൽ ഇപ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ ഒന്നുമില്ല. അത് അറബികളൊക്കെ ഒരു 80% അറബിയുടെ അവസ്ഥ തന്നെ. അവരോട് പറഞ്ഞ് നമ്മളപ്പോൾ മനസ്സിലായാലും മറുപടി പറയുക, അല്ലെങ്കിൽ ആ സാധനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ചൂടാവും. അങ്ങനെ ആദ്യമൊക്കെ തല്ലായിരുന്നു. പിന്നെ അതൊക്കെ പറയാൻ ഒറ്റയ്ക്ക് അവരെ കൊടുത്ത് തന്നെയല്ലേ പെട്ടെന്ന് പഠിഞ്ഞു പോകുമല്ലോ. 2 കാര്യമാണല്ലോ. ഒന്ന് അടി കിട്ടുന്ന പേടി അതുകൊണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അത് പഠിഞ്ഞു പോകും. പിന്നെ ശമ്പളം ചോദിക്കുമ്പോഴാണ് പിന്നത്തെ തല്ലേ. നാട്ടിൽ പോകണം ഞങ്ങളും ശമ്പളം ചോദിക്കുമ്പോൾ. അങ്ങനെ ജീവിച്ചു ഒരു കഥയാണത്. ഏതൊരു മനുഷ്യനും പ്രവാസ ലോകത്തേക്ക് വരുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കൂടുകൂടിയിട്ടാണ്.
പക്ഷെ അത് എല്ലാവരുടെയും സ്വപ്നങ്ങൾ പൂവണിയണമെന്നില്ല. ചില ആളുകളെ കണ്ട് ഇതുപോലെ എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പിന്നെ നജീബിന്റെ കഥ പറഞ്ഞതുപോലെ പുറത്തറിയാത്ത എത്രയോ ജീവിതങ്ങൾ ഉണ്ടാവും. കാരണം ഏതൊരു മനുഷ്യനും നാടും വീടും കുടുംബമൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ഒറ്റപ്പെട്ടു പോവുക, നാട്ടിലെ ആളുകളെ വിളിക്കാൻ പറ്റാതാകുക, ഒരാളെ കാണാൻ പറ്റാതാകുക, അതൊക്കെ ആകുമ്പോൾ എങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് കഴിഞ്ഞു വന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ സ്ഥാനത്ത് നമ്മളൊന്ന് ആലോചിച്ചേക്കുക, ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ.